Question 1. Solve the inequality and show the solution graphically on the number line. നമുക്കൊരു ലീനിയർ ഇനീക്വാളിറ്റി തന്നിട്ടുണ്ട്. 3x plus 1 less than or equal to 5x plus 7. ഈ ഇനീക്വാളിറ്റിയെ സോൾവ് ചെയ്ത് സൊല്യൂഷൻ ഒരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇനീക്വാളിറ്റിയെ സോൾവ് ചെയ്ത് തുടങ്ങുന്നതിനായിട്ട് നമ്മൾ ഇനീക്വാളിറ്റി ഒന്ന് എടുത്തെഴുതുന്നു. 3x plus 1 ലെസ് ദാൻ ഓർ ഇക്വൽ ടു 5x plus 7. നമുക്ക് എക്സിന്റെ ടേംസിന് എല്ലാം കൂടി ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അതുപോലെ കോൺസ്റ്റന്റ് ടേം എല്ലാം കൂടി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആദ്യമേ തന്നെ എടുക്കുന്ന സ്റ്റെപ്പ് 3x മൈനസ് 5x, അതായത് റൈറ്റ് സൈഡിൽ കിടന്ന ആ 5xനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് മൈനസ് 5x എന്നായി. ലെസ് ദാൻ ഓർ ഇക്വൽ ടു 7 മൈനസ് 1, അതായത് ലെഫ്റ്റ് സൈഡിൽ കിടന്ന 1നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അതൊരു കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി. അപ്പോൾ പ്ലസ് 1 എന്നുള്ളത് റൈറ്റ് സൈഡിൽ ചെന്നപ്പോൾ മൈനസ് 1 എന്നായി. അതായത് 3x മൈനസ് 5x, 3 മൈനസ് 5 നമുക്കറിയാം മൈനസ് 2 ആണ്. അതായത് മൈനസ് 2x ലെസ് ദാൻ ഓർ ഇക്വൽ ടു 7 മൈനസ് 1, 6. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എക്സ് മാത്രമാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈനസ് 2നെ റൈറ്റ് സൈഡിലേക്ക് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് രണ്ട് വശവും നമ്മൾ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഈ മൈനസ് 2നെ നമ്മൾ താഴേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിവൈഡ് ചെയ്യുന്ന നമ്പർ നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഇനീക്വാളിറ്റിയെ നേരെ റിവേഴ്സ് ചെയ്യിക്കണം. അതായത് എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു എന്നതിനെ നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു എന്നാക്കി മാറ്റണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 6 ഡിവൈഡഡ് ബൈ മൈനസ് 2. രണ്ട് വശവും ഒരു നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഒരു ഇനീക്വാളിറ്റിയുടെ സൈൻ നമ്മൾ നേരെ റിവേഴ്സ് ചെയ്യിക്കണം. ലെസ് ദാൻ എന്നാണെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നാക്കണം, ഗ്രേറ്റർ ദാൻ എന്നാണെങ്കിൽ ലെസ് ദാൻ എന്നാക്കണം, ലെസ് ദാൻ ഓർ ഇക്വൽ ടു എന്നാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു എന്നാക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു എന്നാണെങ്കിൽ ലെസ് ദാൻ ഓർ ഇക്വൽ ടു എന്നാക്കി മാറ്റണം. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. രണ്ട് വശവും നമ്മൾ മൈനസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ ഇനീക്വാളിറ്റിയുടെ സൈൻ നേരെ റിവേഴ്സ് ചെയ്യിച്ചു. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 6 ബൈ മൈനസ് 2 നമുക്കറിയാം മൈനസ് 3. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു മൈനസ് 3. അതായത് എക്സിന്റെ വില മൈനസ് 3യോ അതിൽ കൂടുതലോ ആയിട്ട് വരുന്ന വാല്യൂസ് എല്ലാം ഈ ഇനീക്വാളിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എടുത്തു പറയാം ദ സൊല്യൂഷൻ റീജിയൻ ഈസ് ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 3 ഇൻഫിനിറ്റി. മൈനസ് 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് എല്ലാം ഈ ഇനീക്വാളിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യും. ഈ സൊല്യൂഷൻ നമ്മളൊരു നമ്പർ ലൈൻ വരച്ച് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം. നമ്മളിവിടെ ഒരു നമ്പർ ലൈൻ വരച്ചിരിക്കുന്നു. ഈ നമ്പർ ലൈനിൽ മൈനസ് 3 മുതൽക്ക് ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് ഇതിന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ എങ്ങനെയെങ്കിൽ നമ്മൾ മൈനസ് 3യുടെ ആ ഒരു പോയിന്റിൽ നമ്മളൊരു സർക്കിൾ കൊടുക്കുന്നു. ആ സർക്കിളിനെ നമ്മൾ ബോൾഡ് ആക്കുന്നു. അതിനെ നമ്മൾ ബോൾഡ് ആക്കി എടുക്കുന്നു. കാരണം മൈനസ് 3 ഇതിന്റെ സൊല്യൂഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബോൾഡ് ആക്കുന്നത്. ഇനി മൈനസ് 3 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഭാഗം സൊല്യൂഷൻ ആണ് എന്നതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മൈനസ് 3 മുതൽക്ക് ഇൻഫിനിറ്റി വരെയുള്ള ഭാഗം നമ്മളിവിടെ ഒന്ന് ബോൾഡ് ആക്കി വരയ്ക്കുന്നു. നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന പോലെ ആ ഒരു ഭാഗം നമ്മൾ ബോൾഡ് ആക്കി എടുത്തിരിക്കുന്നു. ഈ ബോൾഡ് ആക്കി വരച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇതിന്റെ സൊല്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, സോൾവ് ഗ്രാഫിക്കലി ദ സിസ്റ്റം ഓഫ് ഇനീക്വേഷൻസ്. നമുക്കൊരു സിസ്റ്റം ഓഫ് ഇനീക്വേഷൻസ് തന്നിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ ഇനീക്വേഷൻ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഇക്വൽ ടു 8, അടുത്തത് 2x പ്ലസ് y ലെസ് ദാൻ ഓർ ഇക്വൽ ടു 8, അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0. നമുക്ക് 4 ഇനീക്വേഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിനെ ഒരുമിച്ച് സോൾവ് ചെയ്ത് ഒരു ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ എക്സും വൈയും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ സൊല്യൂഷൻ വരുന്നത് ഒരു എക്സ് വൈ പ്ലെയിനിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഗ്രാഫിക്കലായിട്ടാണ് ഇതിന്റെ സൊല്യൂഷൻ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഒന്നാമതായി വരയ്ക്കേണ്ട ആ ഒരു റീജിയൻ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഇക്വൽ ടു 8 എന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതിന്റെ ബൗണ്ടറി ആയിട്ട് വരുന്ന ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. അതായത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്ന ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലൈനിൽ വരുന്ന ഒരു 2 പോയിന്റുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ ആദ്യമേ തന്നെ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നു.
ഈ ടേബിളിനകത്ത് നമ്മൾ ആദ്യമേ എളുപ്പത്തിന് വേണ്ടിയിട്ട് എക്സ് വാല്യൂവിനെ നമ്മൾ 0 എന്ന് എടുക്കുന്നു. അപ്പൊ എക്സ് വാല്യൂവിനെ നമ്മൾ 0 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്നാണ്. അപ്പൊ എക്സ് അവിടെ 0 ആയി പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 2y ഈക്വൽ ടു 8 എന്നാണ്. അതായത് y is equal to 8/2. അതായത് y is equal to 4 എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എക്സ് 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന y വാല്യൂ 4 എന്നാണ്. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് എളുപ്പത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ y വാല്യൂവിനെ 0 എന്ന് എടുക്കുന്നു. y വാല്യൂവിനെ 0 എന്ന് എടുക്കുകയാണെങ്കിൽ 2y എന്നുള്ള വാല്യൂ 0 ആയി പോകും. അവിടെ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ നേരെ കിട്ടും. അതായത് എക്സ് ഇസ് ഇക്വൽ ടു 8 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു പോയിന്റ് 0,4ഉം അടുത്ത പോയിന്റ് 8,0യുമാണ്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ പോയിന്റുകൾ കണ്ടുപിടിക്കാം. നമ്മൾ ഓരോ പോയിന്റുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ആക്സിസ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് എത്രത്തോളം പോയിന്റുകളെ മാർക്ക് ചെയ്ത് എടുക്കണം എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് എളുപ്പമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ലൈൻ 2x പ്ലസ് y ഈക്വൽ ടു 8 എന്ന ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. 2x പ്ലസ് y ഈക്വൽ ടു 8 വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഇതുപോലെ ഒരു ടേബിൾ ഉണ്ടാക്കുന്നു. അവിടെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എക്സ് വാല്യൂവിനെ ആദ്യമേ തന്നെ 0 എന്ന് കൊടുക്കുന്നു. എക്സ് വാല്യൂ 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം 2x എന്നത് 0 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് y വാല്യൂ കിട്ടും. y വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടും. അതുപോലെ y വാല്യൂവിന് നമ്മൾ 0 എന്ന് കൊടുക്കുന്നു. y വാല്യൂ 0 എന്ന് കൊടുക്കുമ്പോൾ 2x പ്ലസ് 0, അതായത് 2x ഈക്വൽ ടു 8 എന്നാണ് വരിക. അങ്ങനെയെങ്കിൽ x ഇസ് ഈക്വൽ ടു 8/2, അതായത് x ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പൊ y 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂ 4 എന്നാണ്. ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ, ഒരു പോയിന്റ് 0,8ഉം അടുത്ത പോയിന്റ് 4,0യും എന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും അതുപോലെ തന്നെ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യുമാണ്. ഈ ലൈൻസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ പോയിന്റുകൾ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് y ആക്സിസ് ആണ്. അതുപോലെ തന്നെ y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എക്സ് ആക്സുമാണ്. അത് നമുക്ക് ഓൾറെഡി നമുക്ക് അവിടെ ഗ്രാഫിൽ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ അവിടെ വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 ലൈനുകൾ വരയ്ക്കുന്നതിന് ആവശ്യമായ പോയിന്റുകളെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കണം. ആ എക്സ് ആക്സും വൈ ആക്സും നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ ഒരു പോയിന്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. മാക്സിമം 8 വരെയുള്ള ആ പോയിന്റുകളാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് ക്വാഡ്രന്റ് ഉൾപ്പെടുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ അങ്ങനെ ആ ഗ്രാഫിലെ ആക്സിസുകളെ വരയ്ക്കുന്നു. ഇനി നമ്മൾ ആദ്യത്തെ ലൈൻ വരയ്ക്കുന്നു. ആദ്യത്തെ ലൈൻ വരയ്ക്കാൻ ആവശ്യമായ 2 പോയിന്റുകൾ, ആദ്യത്തെ പോയിന്റ് 0,4ഉം അടുത്ത പോയിന്റ് 8,0യും. ആ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആദ്യത്തെ പോയിന്റ് 0,4, എക്സ് 0യും y 4ഉം. നമുക്കറിയാം അത് y ആക്സിൽ വരുന്ന ഈ ഒരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് 8,0, എക്സ് 8ഉം y 0യും. അത് എക്സ് ആക്സിലെ 8 എന്ന പോയിന്റ് ആണെന്ന് നമുക്കറിയാം. ആ 2 പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്തു. ഈ 2 പോയിന്റുകളിൽ കൂടിയും കടന്നു പോകുന്ന ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഈ ഒരു ലൈനാണ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്ന ലൈൻ. ഇനി നമുക്ക് ആവശ്യം എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. നമുക്കറിയാം ഈ ലൈനിൽ വരുന്ന പോയിന്റുകൾക്കെല്ലാം എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്നായിരിക്കും. ഈ ലൈനിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വരുന്ന പോയിന്റുകൾക്കെല്ലാം എക്സ് പ്ലസ് 2y ലെസ് ദാൻ 8ഉം മറു സൈഡിൽ എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ 8ഉം ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ആവശ്യം എക്സ് പ്ലസ് 2y ഈക്വൽ ടു 8 എന്നുള്ള പോയിന്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ലെസ് ദാൻ 8 എന്നുള്ള പോയിന്റുകളും ആവശ്യമുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് 2y ലെസ് ദാൻ 8 എന്ന് വരുന്ന സൈഡ് ഈ ലൈനിന്റെ ഏത് സൈഡാണ്, അത് 0,0 ഉൾപ്പെടുന്ന ഭാഗമാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ 0,0 എന്നുള്ള പോയിന്റ് എക്സ് പ്ലസ് 2y ലെസ് ദാൻ 8നകത്ത് നമ്മൾ പുട്ട് ചെയ്ത് നോക്കുന്നു. അല്ലെങ്കിൽ എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8ൽ നമ്മൾ പുട്ട് ചെയ്ത് നോക്കുന്നു. എക്സും വൈയും നമ്മൾ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 0 പ്ലസ് 2 ഇൻറ്റു 0, അതായത് 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് വരും. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് വരും. നമുക്കറിയാം അത് കറക്റ്റ് ആണ്. 0 എന്നത് 8നേക്കാൾ ചെറുതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം 0,0 ഉൾപ്പെടുന്ന ഭാഗമാണ് എക്സ് പ്ലസ് 2y ലെസ് ദാൻ 8 ആയിട്ട് വരുന്നത്. അതായത് ഈ ലൈനിന്റെ താഴേക്കുള്ള ഭാഗമാണ് സൊല്യൂഷൻ ആയിട്ട് വരുന്നത് എന്ന അർത്ഥത്തിൽ നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇതേപോലെ നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ പോയിന്റുകൾ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പോയിന്റുകൾ 0,8ഉം 4,0യുമാണ്. അപ്പൊ നമ്മൾ ഈ പോയിന്റുകൾ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യുന്നു. 0,8, എക്സ് 0യും y 8ഉം. നമുക്കറിയാം y ആക്സിൽ വരുന്ന ഈ ഒരു പോയിന്റ് ആണത്. അടുത്ത പോയിന്റ് 4,0, എക്സ് 4ഉം y 0യും. എക്സ് ആക്സിലെ ഈ ഒരു പോയിന്റ് ആണ് 4,0. ഈ 2 പോയിന്റുകളിൽ കൂടിയും കടന്നു പോകുന്ന ലൈൻ നമ്മൾ വരയ്ക്കുന്നു.
ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു ലൈനാണ് 2x പ്ലസ് വൈ ഈക്വൽ ടു 8 എന്ന ലൈൻ. ഇനി നമുക്ക് ആവശ്യം 2x പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന റീജിയൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ നമ്മളിപ്പോൾ വരച്ച ഈ ഒരു ലൈനിന്റെ റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ ഇതിന്റെ സൊല്യൂഷനിൽ വരുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് 0 ഉൾപ്പെടുന്ന ഭാഗമാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. അതായത് 0 എന്നുള്ള പോയിന്റ് നമ്മൾ ഇതിൽ കൊടുക്കുമ്പോഴേ നമുക്ക് കാണാം 2 into 0, അതായത് 0 plus 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് വരുന്നു. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് വരുന്നു. അത് കറക്റ്റ് ആണെന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് 0 ഉൾപ്പെടുന്ന ഭാഗമാണ് സൊല്യൂഷനിൽ വരുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ 0 ഉൾപ്പെടുന്ന ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു റീജിയൻ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് ഈക്വൽ ടു 0 വരയ്ക്കുന്നു. നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്. വൈ ആക്സിസ് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സിന്റെ വില 0യും അതിൽ കൂടുതലുമായിട്ട് വരുന്നത് വൈ ആക്സിസിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഭാഗമാണെന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മൾ ആ ഒരു ഇനീക്വാളിറ്റിയുടെ കാര്യം തീരുമാനിച്ചു. അടുത്തതിന് നമുക്ക് വേണ്ടത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് y ഈക്വൽ ടു 0 എന്നുള്ള ലൈനാണ്. നമുക്കറിയാം y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ എക്സ് ആക്സ് ആണ്. എക്സ് ആക്സ് അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നമുക്കറിയാം എക്സ് ആക്സിന്റെ മുകളിലേക്ക് വരുന്ന ഭാഗത്താണ് y വാല്യൂസ് 0യേക്കാൾ വലുതായിട്ട് വരുന്നത്. അതുകൊണ്ട് എക്സ് ആക്സിന്റെ മുകളിലേക്കുള്ള ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇത് നാലും കൂടി ഒരുമിച്ച് വരുന്ന റീജിയൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് കാണാം ഇവിടെ നാലും കൂടി ഒരുമിച്ച് വരുന്ന ഭാഗം, ആ ഒരു റീജിയൻ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നാലും കൂടി ഒരുമിച്ച് വരുന്ന ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയനിൽ വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, സോൾവ് ഗ്രാഫിക്കലി എക്സ് പ്ലസ് 2y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4, എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3, 2x minus 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്കിവിടെ 5 ഇനീക്വാളിറ്റീസ് തന്നിട്ടുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ മാർക്ക് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോൾവ് ഗ്രാഫിക്കലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒറ്റ ഗ്രാഫിൽ ഈ ഇനീക്വാളിറ്റീസിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന റീജിയൻ മാർക്ക് ചെയ്തിട്ട് അതിന്റെ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ആണ് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ റീജിയൻസ് ഓരോന്നും നമ്മൾ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ബൗണ്ടറി ആയിട്ട് വരുന്ന ലൈൻസ് നമ്മൾ വരയ്ക്കുന്നു. ഒന്നാമത്തത് 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന റീജിയൻ ആണ്. ആ റീജിയന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കേണ്ട ലൈൻ 2x പ്ലസ് വൈ ഈക്വൽ ടു 4 എന്നുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ഒരു ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോയിന്റ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ടേബിൾ ഉണ്ടാക്കുന്നു. ആ ടേബിളിനകത്ത് നമ്മൾ 2 പോയിന്റുകളെ കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലൈൻ വരയ്ക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടേബിളിനകത്ത് എക്സും വൈയും റോസ് എടുക്കുന്നു. നമ്മൾ ആദ്യം തന്നെ എക്സിന്റെ വാല്യൂ 0 എന്ന് കൊടുക്കുന്നു. എക്സിന്റെ വാല്യൂ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2 into 0, ആ ഒരു ടൈം 0 ആയി പോകും. അവിടെ നിന്ന് നമുക്ക് y is equal to 4 എന്ന് കിട്ടും. അപ്പൊ എക്സ് 0 എന്ന് കൊടുത്തപ്പോൾ y വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. ഇനി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ y വാല്യൂ 0 എന്ന് കൊടുക്കുന്നു. y വാല്യൂ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2x equal to 4 എന്ന് വരും. 2x equal to 4 എന്നാണെങ്കിൽ നമുക്കറിയാം 2x equal to 4ൽ നിന്നും എക്സിന്റെ വില നമുക്ക് 4/2 എന്ന് കിട്ടും. അതായത് എക്സ് വില നമുക്ക് 2 എന്ന് കിട്ടുന്നു. അപ്പൊ y നമ്മൾ 0 എന്ന് എടുത്തപ്പോൾ എക്സ് വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടി. ഈ ലൈൻ വരയ്ക്കുന്നതിനാവശ്യമായ 2 പോയിന്റുകൾ, ഒന്നാമത്തെ പോയിന്റ് 0,4ഉം അടുത്ത പോയിന്റ് 2,0യുമാണെന്ന് നമുക്ക് കിട്ടി. ഇനി വീണ്ടും നമ്മൾ രണ്ടാമത്തെ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകൾ കണ്ടുപിടിക്കുന്നു. അതായത് രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്ന ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു ടേബിൾ ഉണ്ടാക്കുന്നു. ആ ടേബിളിനകത്ത് നമ്മൾ എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിക്കുന്നു. ആ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എക്സ് 0 എന്ന് കൊടുക്കുന്നു. എക്സ് 0 എന്ന് കൊടുക്കുമ്പോൾ വൈ വില നമുക്ക് 3 എന്ന് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ y 0 എന്ന് കൊടുക്കുന്നു. y 0 എന്ന് കൊടുക്കുമ്പോൾ എക്സ് വില നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 പോയിന്റുകൾ കിട്ടി. ഒരു പോയിന്റ് 0,3യും അടുത്ത പോയിന്റ് 3,0യുമാണ്. വീണ്ടും നമ്മൾ മൂന്നാമത്തെ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പോയിന്റുകളെ കണ്ടുപിടിക്കുന്നു. അതായത് 2x മൈനസ് 3y ഈക്വൽ ടു 6 എന്നുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ഒരു ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കുന്നു. ആ ടേബിളിനകത്ത് നമ്മൾ എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിച്ച് എഴുതുന്നു. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് 0 എന്ന് കൊടുക്കുന്നു. എക്സ് 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും
2x എന്നുള്ള ടേം 0 ആയിട്ട് മാറും. ആ ടേം 0 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് -3y = 6 എന്നാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് y = 6/-3, അതായത് y = -2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതായത് x 0 എന്ന് കൊടുക്കുമ്പോൾ y വില -2 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ y വില 0 എന്ന് കൊടുക്കുന്നു. y വില 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം 3y എന്നുള്ള ആ വാല്യൂ 0 ആയിട്ട് മാറും. അതായത് 2x - 0, അതായത് 2x = 6 എന്നാണ് കിട്ടുക. അവിടെ നമുക്ക് x = 6/2, അതായത് x = 3 എന്ന് നമുക്ക് കിട്ടും. y വില 0 എന്ന് കൊടുക്കുമ്പോൾ x വില നമുക്ക് 3 എന്ന് കിട്ടുന്നു. അങ്ങനെയെങ്കിൽ രണ്ട് പോയിന്റുകൾ നമുക്ക് കിട്ടുന്നു. ഒരു പോയിന്റ് 0 - 2ഉം അടുത്ത പോയിന്റ് 3 0യുമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് വരയ്ക്കേണ്ട ആ ഒരു റീജിയൻ x ≥ 0 ആണ്. അത് നമുക്കറിയാം x = 0 എന്നുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. x = 0 എന്ന് പറയുന്നത് y ആക്സിസ് ആണ്. അതുപോലെ തന്നെ y ≥ 0, അതിന് വേണ്ടിയിട്ട് നമ്മൾ y = 0 ആണ് വരയ്ക്കേണ്ടത്. y = 0 എന്ന് പറയുന്നത് x ആക്സിസ് ആണ്. അപ്പോൾ ആ ലൈനുകൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പോയിന്റുകൾ ആവശ്യമില്ല. ആ ലൈനുകൾ ഓൾറെഡി അവിടെ ഉള്ള ലൈനുകളാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വരയ്ക്കേണ്ടത് ഈ 3 ലൈനുകളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് വരയ്ക്കുന്നതിന് ആവശ്യമായ പോയിന്റുകൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഈ പോയിന്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ പോസിറ്റീവ് എക്സ് ആക്സിൽ മാക്സിമം വരുന്ന ആ ഒരു വാല്യൂ ആയിട്ട് നമ്മൾ കാണുന്നത് 3 എന്നുള്ള വാല്യൂ ആണ്. അതുപോലെ തന്നെ y ആക്സിൽ മാക്സിമം വരുന്ന വാല്യൂ 4 ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് y ആക്സിൽ -2 എന്നുള്ള വാല്യൂ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂസിലൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ആക്സിസുകളിൽ നമ്മൾ എവിടം വരെ പോയിന്റ്സ് മാർക്ക് ചെയ്യണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ ആക്സിസുകളെ വരയ്ക്കാം. ആദ്യത്തെ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ട രണ്ട് പോയിന്റുകൾ 0,4ഉം 2,0യുമാണ്. നമ്മൾ ഈ പോയിന്റുകളെ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യുന്നു. ആദ്യത്തെ പോയിന്റ് 0,4 എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം x 0യും y 4ഉം പോസിറ്റീവ് y ആക്സിൽ ഈ ഒരു പോയിന്റ് ആണ് 0,4. അടുത്ത പോയിന്റ് 2,0 എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം x 2ഉം y 0യും പോസിറ്റീവ് x ആക്സിൽ ഈ ഒരു പോയിന്റ് ആണ്. ഈ രണ്ട് പോയിന്റിൽ കൂടിയും കടന്നു പോകുന്ന ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഈ ഒരു ലൈനാണ് 2x + y = 4 എന്നുള്ള ലൈൻ. നമുക്ക് ആവശ്യം 2x + y ≥ 4 എന്നുള്ള റീജിയൻ ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ 0,0 ഉൾപ്പെടുന്ന ഭാഗമാണോ നമുക്ക് ആവശ്യം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 0,0 ഈ ഇക്വേഷനിൽ നമ്മളൊന്ന് കൊടുത്തു നോക്കുന്നു. അതായത് 2x + y ≥ 4ൽ നമ്മൾ എക്സും വൈയും 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2 × 0 0 + 0 ≥ 4, അതായത് 0 ≥ 4 എന്ന് വരുന്നു. ഇത് ശരിയല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ റീജിയനിൽ വരുന്ന ഭാഗം 0,0 ഉൾപ്പെടുന്ന ഭാഗമല്ല, മറുഭാഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ 0,0 ഉൾപ്പെടാത്ത ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഇനീക്വാളിറ്റിയുടെ കാര്യം തീരുമാനിച്ചു. ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ലൈൻ വരയ്ക്കുന്നു. രണ്ടാമത്തെ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ പോയിന്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. 0,3ഉം 3,0യുമാണ്. നമ്മൾ ആദ്യം തന്നെ 0,3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുന്നു. x 0യും y 3യുമായിട്ട് വരുന്ന പോയിന്റ് പോസിറ്റീവ് y ആക്സിലെ ഈ ഒരു പോയിന്റ് ആണ് 0,3. അടുത്ത പോയിന്റ് 3,0, x 3യും y 0യുമായിട്ട് വരുന്ന പോയിന്റ് പോസിറ്റീവ് x ആക്സിലെ 3 എന്നുള്ള പോയിന്റ് ആണത്. ഈ രണ്ട് പോയിന്റിൽ കൂടിയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അതായത് രണ്ട് പോയിന്റുകൾ നമുക്ക് കാണാം, 3,0യും 0,3യും. നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനാണ് x + y = 3 എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ. നമുക്കറിയാം ഈ ലൈനിൽ വരുന്ന പോയിന്റുകൾക്കെല്ലാം x + y 3 ആയിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ആവശ്യം x + y <= 3 എന്നുള്ള ആ ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ x + y <= 3ക്കകത്ത് 0,0 എന്നുള്ള പോയിന്റ് കൊടുത്തു നോക്കുകയാണെങ്കിൽ 0 + 0 <= 3 എന്ന് വരുന്നു. അത് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ ഒരു ലൈനിന്റെ 0,0 ഉൾപ്പെടുന്ന ഭാഗമാണ് സൊല്യൂഷൻ റീജിയനിൽ വരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് 0,0 ഉൾപ്പെടുന്ന ഭാഗം സൊല്യൂഷൻ റീജിയന്റെ ഭാഗമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യത്തെ ലൈനിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഭാഗവും രണ്ടാമത് ഇപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഭാഗവുമാണ് സൊല്യൂഷൻ റീജിയനിൽ വരുന്നത് എന്നാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ ലൈൻ വരയ്ക്കുന്നു. അതായത് 2x - 3y = 6 എന്നുള്ള ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ രണ്ട് പോയിന്റുകളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 0 - 2ഉം 3,0യുമാണ് ആ പോയിന്റുകൾ. ആ പോയിന്റുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആദ്യമായി 0 - 2, x 0യും y -2ഉം വരുന്ന പോയിന്റ്. ആ പോയിന്റിനെ നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. അടുത്ത പോയിന്റ് 3,0.
എക്സ് 3യും വൈ 0യുമായിട്ട് വരുന്ന പോയിന്റ് നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റിൽ കൂടിയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. നമ്മളിവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനാണ് 2x മൈനസ് 3y ഈക്വൽ ടു 6നെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ. ഇനി നമുക്ക് ആവശ്യം 2x മൈനസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന റീജിയൻ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 0 0 എന്നുള്ള പോയിന്റ് ഇതിൽ കൊടുത്തു നോക്കുകയാണെങ്കിൽ 0 മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് കിട്ടും. നമുക്കറിയാം ഇത് കറക്റ്റ് ആണ്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ളത് കറക്റ്റ് ആണ്. അതായത് ഈ ലൈനിന്റെ 0 0 ഉൾപ്പെടുന്ന ഭാഗമാണ് സൊല്യൂഷൻ റീജിയനിൽ വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഒരു ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി വീണ്ടും രണ്ട് ലൈനുകൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞു എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വൈ ആക്സിസിന്റെ വലതുവശമാണ്. വീണ്ടും വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന എക്സ് ആക്സിസ് ആണ്. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന എക്സ് ആക്സിന്റെ മുകൾ ഭാഗത്ത് വരുന്ന പോയിന്റുകൾക്കാണ്. അങ്ങനെയെങ്കിൽ ഈ 5 റീജിയണും കൂടി ഒരുമിച്ച് വരുന്ന ഭാഗമാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. അതായത് ഇവിടെ നമ്മൾ 3 ലൈനുകൾ, വ്യത്യസ്തങ്ങളായ ലൈനുകൾ വരച്ചിട്ടുണ്ട്. അതുകൂടാതെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് നമുക്കറിയാം, അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് കാണിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന, എന്നാൽ ആദ്യത്തെ 3 ഇനീക്വാളിറ്റീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗമാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ സസൂക്ഷ്മം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഈ ഒരു ലൈനിന്റെ മുകൾ ഭാഗം, അടുത്ത ഒരു ലൈനിന്റെ താഴ്വശം, അടുത്ത ഒരു ലൈനിന്റെ വലതുവശം എന്നുള്ള രീതിയിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഈ ഒരു റീജിയൻ, ഈ ഒരു ചെറിയ ട്രയാങ്കുലർ റീജിയൻ ആണ് യഥാർത്ഥത്തിൽ ഈ 5 ഇനീക്വാളിറ്റിയും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നു, നമ്മൾ വരച്ച ഒന്നാമത്തെ ലൈനിന്റെ വലതുവശത്തേക്ക് വരുന്ന ഭാഗം, ഈ ഒരു ലൈനിന്റെ വലതുവശത്തേക്ക് വരുന്ന ഭാഗം, നമ്മൾ വരച്ച രണ്ടാമത്തെ ലൈനിന്റെ താഴോട്ട് വരുന്ന ഭാഗം, അതായത് ഇതിന് താഴോട്ട് വരുന്ന ഭാഗം, നമ്മൾ വരച്ച മൂന്നാമത്തെ ലൈനിന്റെ മുകൾ ഭാഗത്ത് വരുന്നത്, അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വൈ ആക്സിസിന്റെ വലതുവശം, അതുപോലെ തന്നെ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് ആക്സിന്റെ മുകൾ വശം. ഇത് എല്ലാം കൂടി ചേർന്ന് വരുന്ന ഭാഗം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണെന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ ചോദ്യം, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് ഗ്രാഫിക്കലി. നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് തന്നിട്ടുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ ലീനിയർ ഇനീക്വാളിറ്റീസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ഇനീക്വാളിറ്റീസ് കാണുന്നു. ഒന്നാമതായിട്ട് 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 6ഉം അടുത്തതായിട്ട് 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12ഉം. ഒന്നാമത്തെ റീജിയൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ബൗണ്ടറിയിൽ വരുന്ന ലൈൻ നമ്മൾ വരയ്ക്കുന്നു. അതായത് 2x പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന ലൈനാണ് നമുക്ക് ആവശ്യം. യഥാർത്ഥത്തിൽ 2x പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന പോയിന്റ് നമുക്ക് ആവശ്യമില്ല എന്നിരുന്നാൽ കൂടിയും നമ്മൾ അതാണ് ഒരു ബൗണ്ടറി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലൈനാണ് നമ്മൾ ആദ്യമേ ഇവിടെ വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നു. എക്സിന്റെ വില നമ്മൾ 0 എന്ന് എടുക്കുന്നു. എക്സ് വില 0 എന്ന് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം 0 ആയിട്ട് പോകും. വൈ ഈക്വൽ ടു 6 നമുക്ക് കിട്ടും. അടുത്തായിട്ട് നമ്മൾ വൈ 0 എന്ന് എടുക്കുന്നു. വൈ 0 എന്ന് എടുക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെ 2x പ്ലസ് 0, അതായത് 2x ഈക്വൽ ടു 6 എന്ന് വരും. 2x ഈക്വൽ ടു 6 എന്നാണെങ്കിൽ x ഈക്വൽ ടു 6/2, അതായത് x ഈക്വൽ ടു 3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ y 0 എന്ന് വരുമ്പോൾ x വില നമുക്ക് 3 എന്ന് കിട്ടുന്നു. ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഒരു പോയിന്റ് 0 6ഉം അടുത്ത പോയിന്റ് 3 0യുമാണ്. എന്ന് മാത്രവുമല്ല, ഈ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ 2x പ്ലസ് വൈ ഈക്വൽ ടു 6 എന്നുള്ള പോയിന്റ്സ് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ലൈനെ നമ്മൾ ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കുന്നത്. അതായത് ആ ലൈനിന്റെ ഒരു സൈഡിലുള്ള പോയിന്റ്സേ നമുക്ക് ആവശ്യമുള്ളൂ, ഈക്വൽ ടു 6 എന്നുള്ള പോയിന്റ്സ് ആവശ്യമില്ല എന്നതാണ് നമ്മൾ ആ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ആ ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ടുള്ള ലൈൻ നമുക്ക് ആവശ്യം 3x പ്ലസ് 4y ഈക്വൽ ടു 12 എന്നുള്ള ലൈനാണ്. അത് വരയ്ക്കുന്നതിന് ആവശ്യമായ പോയിന്റ്സ് കൂടി നമ്മളിവിടെ ആദ്യമേ തന്നെ കണ്ടെത്തുന്നു. 3x പ്ലസ് 4y ഈക്വൽ ടു 12. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കുന്നു.
ആ ടേബിളിനകത്ത് നമ്മൾ എളുപ്പത്തിൽ എക്സും വൈയും വാല്യൂസ് കണ്ടുപിടിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ് 0 എന്ന് കൊടുക്കുന്നു. എക്സ് 0 എന്ന് കൊടുക്കുമ്പോൾ ഈ ഒരു ടേം 0 ആയി പോകും. അപ്പോൾ വൈ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 4y = 12 എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ y എന്ന് പറയുന്നത് 12/4 എന്ന് വരും. അതായത് y വില 12/4 3 എന്ന് വരും. ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് y 0 എന്ന് കൊടുക്കുന്നു. y 0 എന്ന് കൊടുക്കുമ്പോൾ 4y എന്നുള്ള വാല്യൂ 0 ആയിട്ട് മാറും. അതായത് 3x = 12 എന്ന് വരും. 3x = 12 എന്നാണെങ്കിൽ x എന്നത് 12/3, അതായത് x = 4 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ എക്സ് വാല്യൂ 4 എന്നും y വില 0 എന്നും കിട്ടി. ഈ ലൈനിൽ വരുന്ന രണ്ട് പോയിന്റുകൾ ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു പോയിന്റ് 03ഉം അടുത്ത പോയിന്റ് 40ഉമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ പോയിന്റുകൾ നോക്കിക്കൊണ്ട് നമ്മൾ ആക്സസുകൾ വരച്ച് അവിടെ നമ്മൾ ഇവിടെ ആക്സസുകളിൽ ഈ വേണ്ട പോയിന്റ്സിനെ മാർക്ക് ചെയ്തുകൊണ്ട് ഈ ലൈൻ വരയ്ക്കാനായിട്ട് ആരംഭിക്കുന്നു. നമ്മൾ ആക്സസുകളെ ആദ്യമേ വരയ്ക്കുന്നു. ആദ്യത്തെ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ രണ്ട് പോയിന്റുകൾ നമ്മൾ കാണുന്നു. അത് 06ഉം 30ഉമാണ്. നമ്മൾ ഈ പോയിന്റ്സിന് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യുന്നു. 06 പോസിറ്റീവ് y ആക്സിൽ 6 എന്നുള്ള പോയിന്റ് ആണത്. അടുത്ത പോയിന്റ് 30 പോസിറ്റീവ് x ആക്സിൽ 3 എന്നുള്ള പോയിന്റ് ആണ്. ഈ രണ്ട് പോയിന്റിൽ കൂടിയും കടന്നു വരുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. എന്ന് മാത്രവുമല്ല, ആ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് വരയ്ക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കാരണം നമുക്ക് 2x + y = 6 എന്ന പോയിന്റ്സ് ആവശ്യമില്ല. ഇവിടെ റീജിയനിൽ വരുന്നത് 2x + y > 6 ആണ്. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 2x + y > 6 ഈ ലൈനിന്റെ ഏത് സൈഡാണെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എളുപ്പത്തിൽ വരുന്ന 00 എന്ന് പറഞ്ഞ പോയിന്റ് ഈ ഇനീക്വേഷനിൽ നമ്മളൊന്ന് കൊടുത്തു നോക്കുന്നു. അതായത് 2x + y > 6ൽ 00 കൊടുക്കുകയാണെങ്കിൽ 2 × 0 0 + 0 > 6 എന്ന് വരുന്നു. 0 > 6 എന്ന് വരുന്നു. അത് ശരിയല്ല എന്ന് നമുക്കറിയാം. അതായത് 00 ഉൾപ്പെടുന്ന ഭാഗമല്ല ഇതിന്റെ സൊല്യൂഷൻ റീജിയനിൽ വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. 00 ഉൾപ്പെടാത്ത ഭാഗമാണ് സൊല്യൂഷൻ റീജിയനിൽ വരുന്ന. ആ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇങ്ങനെ നമ്മൾ ഒന്നാമത്തെ ലൈനിന്റെ കാര്യം തീരുമാനമാക്കി. ഇനി നമ്മൾ രണ്ടാമത്തെ ലൈനിന് ആവശ്യമായ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. അതായത് 03ഉം 40ഉം. x0 y3 ആ ഒരു പോയിന്റിനെ നമ്മൾ മാർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് 40 x4ഉം y0ഉം. ഈ രണ്ട് പോയിന്റിൽ കൂടിയും കടന്നു പോകുന്ന ലൈനാണ് അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത്. ആ ലൈനിനെ നമ്മൾ ബോൾഡ് ലൈനായിട്ട് തന്നെ വരയ്ക്കുന്നു. കാരണം നമുക്കറിയാം = എന്ന പോയിന്റും കൂടി ഇവിടെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ബോൾഡ് ലൈനായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഒരു ലൈനാണ് 3x + 4y = 12നെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ. ഇനി നമുക്ക് ആവശ്യം 3x + 4y <= 12 എന്നാണ്. അതായത് നമുക്ക് ഈ ലൈനിന്റെ ഏത് ഭാഗമാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് 00 എന്ന് പറഞ്ഞ പോയിന്റ് ഇതിൽ കൊടുത്തു നോക്കുക. എക്സും വൈയും 0 എന്ന് കൊടുക്കുമ്പോൾ 0 + 0 <= 12, അതായത് 0 <= 12 എന്ന് വരും. നമുക്കറിയാം 00 ഉൾപ്പെടുന്ന ഭാഗമാണ് ഇതിന്റെ സൊല്യൂഷനിൽ വരുന്നത് എന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഈ രണ്ട് ഇനീക്വാളിറ്റിയും കൂടി നമ്മൾ സസൂക്ഷ്മം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനിന്റെ വലതുവശവും അതുപോലെ തന്നെ രണ്ടാമത്തെ ലൈനിന്റെ താഴേക്കുള്ള ഭാഗവും കൂടി ഒരുമിച്ച് വരുന്ന റീജിയനാണ് നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ റീജിയനായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ഭാഗം എന്നത് ഈ ഒരു ഭാഗമാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. താഴേക്കുള്ള ഭാഗങ്ങൾ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുമെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ആ ഒരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, സോൾവ് ദ ഫോളോവിങ് സിസ്റ്റം ഓഫ് ഇനീക്വാളിറ്റീസ് ഗ്രാഫിക്കലി. 2x + y > 4, x + y <= 3, 2x - 3y <= 6. നമ്മൾ ചെയ്ത തേർഡ് ക്വസ്റ്റ്യനുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ x <= 0, y <= 0 എന്നുള്ള ഒരു കണ്ടീഷൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനോട് വളരെ സിമിലർ ആയിട്ട് തന്നെയാണ് ആൻസർ വരുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കേണ്ട ലൈൻ 2x + y = 4 എന്നുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ രണ്ട് പോയിന്റുകളെ നമ്മൾ കണ്ടെത്തുന്നു. ടേബിൾ ഉണ്ടാക്കുന്നു. ടേബിളിനകത്ത് നമ്മൾ എക്സിന്റെ വില ആദ്യമേ 0 എന്ന് കൊടുക്കുന്നു. അപ്പോൾ x 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 0 + y, അതായത് y = 4 എന്ന് വരുന്നു. വീണ്ടും നമ്മൾ y 0 എന്ന് കൊടുക്കുന്നു. y 0 എന്ന് കൊടുക്കുമ്പോൾ 2x = 4 എന്ന് വരുന്നു. x എന്നത് 4/2, അതായത് 2 എന്ന് വരുന്നു. ഈ ലൈനിന് ആവശ്യമായ രണ്ട് പോയിന്റുകൾ, ഒന്നാമത്തെ പോയിന്റ് 04ഉം അടുത്ത പോയിന്റ് 20ഉമാണ്. വീണ്ടും നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുന്നു.
അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്നുള്ള ലൈനാണ് അടുത്തായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകളെ നമ്മൾ കണ്ടെത്തുന്നു. എക്സ് നമ്മൾ 0 എന്ന് കൊടുക്കുന്നു. എക്സ് 0 എന്ന് കൊടുക്കുമ്പോൾ വൈ 3 എന്ന് കിട്ടുന്നു. അടുത്തതായിട്ട് നമ്മൾ വൈ വില 0 എന്ന് കൊടുക്കുന്നു. വൈ വില 0 എന്ന് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 0 അതായത് എക്സ് ഈക്വൽ ടു 3 എന്ന് വരുന്നു. ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ, ഒരു പോയിന്റ് 0,3യും അടുത്ത പോയിന്റ് 3,0യും നമുക്ക് കിട്ടി. വീണ്ടും മൂന്നാമത്തെ ലൈൻ, അതായത് 2x മൈനസ് 3y ഈക്വൽ ടു 6 എന്നുള്ള ലൈനാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകളെ നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ എക്സ് 0 എന്ന് കൊടുക്കുമ്പോൾ 0 മൈനസ് 3y അതായത് മൈനസ് 3y ഈക്വൽ ടു 6 എന്ന് വരുന്നു. y ഈക്വൽ ടു 6 ബൈ മൈനസ് 3 അതായത് മൈനസ് 2 എന്ന് വരുന്നു. വീണ്ടും നമ്മൾ y 0 എന്ന് കൊടുക്കുന്നു. y 0 എന്ന് കൊടുക്കുമ്പോൾ 2x ഈക്വൽ ടു 6 എന്ന് വരുന്നു. x ഈക്വൽ ടു 6 ബൈ 2 അതായത് 3 എന്ന് വരുന്നു. ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ, ഒരു പോയിന്റ് 0 മൈനസ് 2ഉം അടുത്ത പോയിന്റ് 3,0യും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആക്സിസുകൾ വരച്ചിട്ട് അവിടെ നമ്മൾ ഈ പോയിന്റ്സിനെ മാർക്ക് ചെയ്ത് ലൈനുകൾ വരയ്ക്കുന്നു. ഒന്നാമത്തെ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ നമ്മൾ എടുക്കുന്നു. 0,4ഉം 2,0യും. 0,4 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതാണ് 0,4 എന്നുള്ള പോയിന്റ്. അടുത്ത പോയിന്റ് 2,0 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഈ 2 പോയിന്റിൽ കൂടിയും കടന്നു പോകുന്ന ലൈൻ നമ്മൾ വരയ്ക്കുന്നു. നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനാണ് ഒന്നാമത്തെ ലൈൻ. അതായത് 2x പ്ലസ് വൈ ഈക്വൽ ടു 4 എന്നുള്ള ലൈനാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ 0,3യും 3,0യുമാണ്. അതിനു മുമ്പായി നമുക്ക് ഈ ഒന്നാമത്തെ ഇനീക്വാളിറ്റി വരുന്ന ആ ഒരു ഭാഗം ഏതാണ്, ഈ ലൈനിന്റെ ഏത് സൈഡിലാണെന്ന് കൂടി നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 0,0 ഉൾപ്പെടുന്ന ഭാഗമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് 0,0 എന്നുള്ള പോയിന്റ് നമ്മൾ ഇനീക്വാളിറ്റിയിൽ കൊടുക്കുന്നു. അതായത് 2x പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്നതിനകത്ത് 0,0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വരുന്നു. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് വരുന്നു. നമുക്കറിയാം അത് ശരിയല്ല. അതായത് 0,0 ഉൾപ്പെടുന്ന ഭാഗമല്ല സൊല്യൂഷനിൽ വരുന്നത്, മറുഭാഗമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറുഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. വീണ്ടും നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുന്നു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്നുള്ള ലൈനാണ് വരയ്ക്കേണ്ടത്. അത് വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പോയിന്റ് 0,3യും അടുത്ത പോയിന്റ് 3,0യുമാണ്. ഈ 2 പോയിന്റുകളിൽ കൂടിയും കടന്നു പോകുന്ന ലൈൻ നമ്മൾ വരയ്ക്കുന്നു. നമ്മൾ വരച്ചിരിക്കുന്ന ഈ ഒരു ലൈനാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 എന്നുള്ള ലൈൻ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3. ഇനി നമുക്ക് ആവശ്യം എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ലൈനിന്റെ 0,0 ഉൾപ്പെടുന്ന ഭാഗമാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് 0,0 കൊടുത്ത് നോക്കുമ്പോൾ 0 പ്ലസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വരും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് വരും. അത് ശരിയാണ്, നമുക്കറിയാം. അതായത് 0,0 ഉൾപ്പെടുന്ന ഭാഗമാണ് സൊല്യൂഷൻ റീജിയനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലൈനിന്റെ താഴേക്കുള്ള ഭാഗം, അതായത് 0,0 ഉൾപ്പെടുന്ന ഭാഗം എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു റീജിയണിനെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. നമ്മളിവിടെ 0,0 ഉൾപ്പെടുന്ന ഭാഗം എന്നുള്ള രീതിയിൽ താഴേക്കുള്ള ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ ലൈൻ വരയ്ക്കുന്നു. 2x മൈനസ് 3y ഈക്വൽ ടു 6. അത് വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ നമുക്കുണ്ട്. 0 മൈനസ് 2ഉം 3,0യും. 0 മൈനസ് 2 എക്സ് 0യും y മൈനസ് 2ഉം ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് 3,0 എക്സ് 3യും y 0യും പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഈ 2 പോയിന്റുകളിൽ കൂടിയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഈ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് 2x മൈനസ് 3y ഈക്വൽ ടു 6 എന്നുള്ള ലൈൻ. നമുക്ക് ആവശ്യം 2x മൈനസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. 0,0 നമ്മൾ ഇതിനകത്ത് കൊടുത്തു നോക്കുകയാണെങ്കിൽ 0 മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് വരും. നമുക്കറിയാം 0,0 ഉൾപ്പെടുന്ന ഭാഗമാണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയനകത്ത് വരുന്നത്. അതായത് ഇതിന്റെ മുകളിലേക്കുള്ള ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ഒരു 3 റീജിയൻസും കൂടി ഒരുമിച്ച് വരുന്ന ഭാഗമാണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഈ ലൈനുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഭാഗങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഭാഗം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്ന ഈ ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയൻ അകത്ത് വരുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട മൂന്നാമത്തെ പ്രോബ്ലത്തിനകത്ത് ഇവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടായിരുന്നു. അതായത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ആ ഒരു റീജിയൻ മാത്രമേ ഇതിന്റെ സൊല്യൂഷനകത്ത് വരുള്ളൂ. അതായത് ഇവിടെ എക്സ് ആക്സിന് താഴേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഭാഗം അതിനകത്ത് വരില്ല.
കാരണം എക്സ് ആക്സിന്റെ മുകളിലേക്കുള്ള ഭാഗവും വൈ ആക്സിന്റെ വലതുവശത്തേക്കുള്ള ഭാഗവും കൂടിയാണ് അവിടെ കയറി വരുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ പ്രോബ്ലത്തിന് തേർഡ് പ്രോബ്ലവുമായിട്ടുള്ളൂ എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ആറാമത്തെ ചോദ്യം, സോൾവ് ദ ഇനീക്വാളിറ്റീസ് ഗ്രാഫിക്കലി. 4x plus 3y less than or equal to 60, y greater than or equal to 2x, x greater than or equal to 3, x greater than or equal to 0, y greater than or equal to 0. ഇവിടെ നമുക്ക് 5 ഇനീക്വാളിറ്റീസ് തന്നിട്ടുണ്ട്. ഈ ഓരോ ഇനീക്വാളിറ്റീസും അതിന്റെ ബൗണ്ടറിയിൽ വരുന്ന ലൈൻസ് ആണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വരയ്ക്കേണ്ട ലൈൻ 4x plus 3y equal to 60. 4x plus 3y equal to 60. ഈ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റ്സ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു ടേബിൾ ഉണ്ടാക്കുന്നു. ആ ടേബിളിനകത്ത് നമ്മൾ എക്സിന്റെ വാല്യൂ ആദ്യമേ 0 എന്ന് കൊടുക്കുന്നു. എക്സിന്റെ വാല്യൂ 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ 0 പ്ലസ് 3y, അതായത് 3y ഈക്വൽ ടു 60 എന്ന് വരും. അങ്ങനെയെങ്കിൽ y എന്ന് പറയുന്നത് 60/3, അതായത് y എന്ന് പറയുന്നത് 20 എന്ന് വരുന്നു. അതായത് x 0 എന്ന് കൊടുക്കുമ്പോൾ ഉള്ള y വാല്യൂ 20, x0 y 20. അടുത്തതായിട്ട് നമ്മൾ y വാല്യൂ 0 എന്ന് എടുക്കുന്നു. y വാല്യൂ 0 എന്ന് എടുക്കുമ്പോൾ 3y എന്നുള്ള ടേം 0 ആയിട്ട് മാറും. പിന്നെ നമുക്ക് കിട്ടുന്നത് 4x ഈക്വൽ ടു 60 എന്നാണ്. 4x ഈക്വൽ ടു 60 എന്നാണെങ്കിൽ x ഈക്വൽ ടു 60/4, അതായത് 15 എന്ന് വരുന്നു. അതായത് y 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന x 15 എന്നാണ്. ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ആദ്യത്തെ പോയിന്റ് 0, 20യും അടുത്ത പോയിന്റ് 15, 0യുമാണ്. അടുത്തതായിട്ട് നമ്മൾ വരയ്ക്കേണ്ട റീജിയൻ അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ട റീജിയൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2x എന്നാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് y is equal to 2x എന്നുള്ള ലൈൻ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് 2xനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് -2x പ്ലസ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. ഇത് നമ്മൾ എങ്ങനെ എടുത്താലും നമുക്ക് സെയിം ലൈൻ തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് y is equal to 2x എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ എടുക്കാം. y is equal to 2x എന്നുള്ള ലൈനാണ് നമ്മൾ അടുത്തതായിട്ട് വരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ x വാല്യൂ 0 എന്ന് എടുക്കുന്നു. x വാല്യൂ 0 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം y വാല്യൂ ഇവിടെ 0 എന്ന് വരും. കാരണം y is equal to 2x എന്നാണ്. x 0 ആണെങ്കിൽ y is equal to 2 into 0, 0 എന്ന് വരും. ഇനി ഇവിടെ നമുക്ക് വീണ്ടും y 0 എന്ന് എടുക്കാനായിട്ട് സാധിക്കില്ല. y 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ 0 equal to 2x, x equal to 0/2, x equal to 0 എന്ന് തന്നെ കിട്ടുകയുള്ളൂ. നമ്മൾ മറ്റേതെങ്കിലും ഒരു പോയിന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് 2 എന്നുള്ള ഒരു വാല്യൂ എടുക്കാം. x 2 എന്ന് എടുക്കുകയാണെങ്കിൽ y എന്നത് 2 into 2, 4 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെ ഈ പോയിന്റ് 0, 0യിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് x 0 എന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് y 0 എന്ന് എടുത്തിട്ട് അടുത്ത പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഈ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ വ്യത്യസ്തങ്ങളായ 2 പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഒരു പോയിന്റ് 0, 0യും അടുത്ത പോയിന്റ് 2, 4ഉമാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യം x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള റീജിയൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വരയ്ക്കേണ്ട ലൈൻ x ഈക്വൽ ടു 3 എന്നുള്ള ലൈനാണ്. x ഈക്വൽ ടു 3 എന്നുള്ള ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റുകൾ കണ്ടെത്തുന്നു. ആദ്യമായിട്ട് നമ്മൾ എക്സിന്റെ വില 3 ആണ് എല്ലായ്പ്പോഴും വരേണ്ടത് എന്നുള്ള രീതിയിൽ എക്സിന്റെ വില 2 പോയിന്റുകളിലും നമ്മൾ 3 എന്ന് ഫിക്സ് ചെയ്യുന്നു. y വാല്യൂ നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. x 3 എന്ന് എടുക്കുമ്പോൾ y വാല്യൂ നമുക്ക് വേണമെങ്കിൽ 0 എന്ന് എടുക്കാം. അടുത്ത പോയിന്റിൽ നമ്മൾ x 3 എന്ന് തന്നെ എടുക്കുന്നു. y വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള മറ്റൊരു വാല്യൂ എടുക്കുന്നു, 2 എന്ന് എടുക്കുന്നു. അതായത് ഈ ലൈനിന്റെ പ്രത്യേകത, ഈ ലൈനിലെ എല്ലാ പോയിന്റുകളിലും x വാല്യൂ 3 ആയിരിക്കണം. y വാല്യൂ ഏത് വേണമെങ്കിലും വരാം. y വാല്യൂ ഏത് വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റുകളെല്ലാം ഈ ലൈനിൽ വരുന്ന പോയിന്റുകളായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യം x ഈക്വൽ ടു 0 എന്നുള്ള ലൈനാണ്. അത് നമുക്കറിയാം, അത് y ആക്സ് ആണ്. അടുത്തായിട്ട് നമുക്ക് ആവശ്യം y ഈക്വൽ ടു 0 എന്നുള്ള ലൈനാണ്. അത് നമുക്കറിയാം, y ഈക്വൽ ടു 0 എന്ന് പറയുന്നത് x ആക്സ് ആണ്. പ്രത്യേകിച്ച് അതിന് നമ്മൾ പോയിന്റുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ആക്സിസുകൾ വരച്ചിട്ട് അവിടെ നമ്മൾ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ x ആക്സിലും y ആക്സിലും 2ന്റെ ഇന്റർവെല്ലിൽ നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യായിരിക്കും നമുക്ക് സൗകര്യം. അതായത് 0, 2, 4, 6, 8, 10, 12, 14, 16, 18, 20 എന്നുള്ള രീതിയിൽ നമ്മൾ x ആക്സിൽ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ y ആക്സിലും
2, 4, 6, 8, 10, 12, 14, 16, 18, 20 ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്നു. നമുക്ക് ആദ്യത്തെ ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ് 0, 20, എക്സ് 0യും വൈ 20യും നമുക്കറിയാം, അത് പോസിറ്റീവ് y ആക്സിൽ വരുന്ന ഈ ഒരു പോയിന്റ് ആണ്. അടുത്ത പോയിന്റ് 15, 0, എക്സ് 15ഉം വൈ 0യും. 15, 0 എന്ന് പറയുന്നത് നമുക്കറിയാം 14ഉം 16ഉം നടുക്കായിട്ട് വരുന്ന പോയിന്റ് ആണ് 15. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പോയിന്റിനെ അവിടെ മാർക്ക് ചെയ്യുന്നു 15, 0. ഈ 2 പോയിന്റിൽ കൂടിയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഈ ഒരു ലൈനാണ് 4x പ്ലസ് 3y ഈക്വൽ ടു 60 എന്നുള്ള ലൈൻ. ഇവിടെ നമുക്ക് ആവശ്യം 4x പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന റീജിയൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 0, 0 എന്നുള്ള പോയിന്റ് ഇതിൽ കൊടുത്തു നോക്കുകയാണെങ്കിൽ 0 പ്ലസ് 0, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്ന് വരും. അതായത് 0, 0 ഉൾപ്പെടുന്ന ഭാഗമാണ് ഇതിന്റെ സൊല്യൂഷൻ റീജിയനകത്ത് വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഒരു ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുന്നു. അടുത്ത ലൈൻ y = 2x എന്നുള്ള ലൈനാണ്. y = 2x എന്ന ലൈൻ വരയ്ക്കുന്നതിന് ആവശ്യമായ 2 പോയിന്റുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 0, 0യും 2, 4ഉമാണ് ആ പോയിന്റ്. നമ്മൾ ആദ്യമേ 0, 0 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് 2, 4 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുന്നു. x 2ഉം y 4ഉമായിട്ട് വരുന്ന ആ ഒരു പോയിന്റ് നമ്മളിവിടെ കണ്ടെത്തി അതിനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അത് ആക്സിസിൽ വരുന്ന പോയിന്റ് അല്ല എന്ന് നമുക്കറിയാം. ഈ 2 പോയിന്റിൽ കൂടിയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് y = 2x എന്ന ലൈൻ. നമുക്ക് ആവശ്യം y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2x എന്ന റീജിയൻ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമുക്ക് 0, 0 എന്ന പോയിന്റ് എടുത്തിട്ട് അത് നമുക്ക് പരിശോധിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ ലൈൻ തന്നെ 0, 0യിൽ കൂടി കടന്നു പോകുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു പോയിന്റ് എടുക്കുന്നു. നമുക്ക് 6, 0 എന്നുള്ള പോയിന്റ് എടുത്തിട്ട് അത് ഈ റീജിയനിൽ വരുന്ന പോയിന്റ് ആണോ എന്ന് പരിശോധിക്കാം. അതായത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2x നമ്മൾ 6, 0 എന്നുള്ള പോയിന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം x 6ഉം y 0യും. അതായത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 6, അതായത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 എന്നാണ് വരേണ്ടത്. നമുക്കറിയാം അത് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് 6, 0 എന്നുള്ള പോയിന്റ് ഈ സൊല്യൂഷൻ റീജിയനിൽ വരുന്ന പോയിന്റ് അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 6, 0 ഉൾപ്പെടുന്ന ഭാഗമല്ല നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്, മറുഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ ഒരു ഭാഗം സൊല്യൂഷൻ റീജിയനകത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. അടുത്തതായി നമുക്ക് ആവശ്യം x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള റീജിയൻ ആണ്. ആ ലൈൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3, 0യും 3, 2ഉമാണ്. x 3ഉം y 0യും. നമുക്കറിയാം 2നും 4നും ഇടയ്ക്കാണ് x ആക്സിൽ 3 വരുന്നത്. ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് 3, 2, x 3ഉം y 2ഉമായിട്ട് വരുന്ന പോയിന്റ്. ആ ഒരു പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. ഈ 2 പോയിന്റിൽ കൂടിയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഈ ഒരു ലൈനാണ് x = 3 എന്നുള്ള ലൈൻ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റ്സ് എടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ലൈൻ വരയ്ക്കാനായിട്ട് സാധിക്കും. എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് 3യിൽ കൂടി കടന്നു പോകുന്ന ലൈനാണ് x = 3 എന്നുള്ള ലൈൻ എന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ x = 3 എന്നുള്ള ലൈൻ ഇവിടെ വരച്ചിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള റീജിയൻ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അതായത് എക്സിന്റെ വാല്യൂ 3യിൽ കൂടുതലായിട്ട് വരുന്ന ഭാഗം, അത് ഈ ലൈനിന്റെ വലതുവശത്തേക്ക് വരുന്ന ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആ ഒരു റീജിയൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. x = 0 എന്ന് പറയുന്നത് y ആക്സിസ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് y ആക്സിസിന്റെ വലതുവശത്തേക്ക് വരുന്ന ഭാഗമാണ്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യം y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ y = 0 എന്ന് പറയുന്നത് x ആക്സിസ് ആണെന്ന് നമുക്കറിയാം. x ആക്സിന്റെ മുകളിലേക്ക് വരുന്ന ഭാഗം. ഇവിടെ നമ്മൾ ഈ 5 ഇനീക്വാളിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന റീജിയൻസ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഭാഗം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇവിടെ വരുന്ന ഈ ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ് ഇത് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഭാഗമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. അത് എളുപ്പത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഭാഗം നമുക്ക് മനസ്സിലാക്കാം.
വീണ്ടും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ലൈനിന്റെ വലതുവശത്തേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ മറ്റു രണ്ട് ലൈൻസിനെയും കൂടി എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലൈനിന്റെ മുകളിലേക്ക് വരുന്ന ഭാഗവും അതുപോലെ തന്നെ ഈ ഒരു ലൈനിന്റെ താഴേക്ക് വരുന്ന ഭാഗവും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഭാഗമായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ്.